ഏഷ്യാനെറ്റ് ന്യൂസിലെ ബിനു ജോൺ ഇന്നലെ ഒരു മരണ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഒരാളെ ഇടിച്ച് കാലൊടിച്ചു. എന്നിട്ട് വണ്ടി നിർത്താതെ പോയി. പറഞ്ഞത് വേറെ ആരുമല്ല, നിലമ്പൂർ MLA അൻവറാണ്. അൻവറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ഒരു കാര്യമാണ്. വ്യാജ വാർത്തകൾക്കെതിരെ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന PV അൻവർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് വേറൊരു ഫേക്ക് ന്യൂസാണ്. ഇവരാണ് ഫേക്ക് ന്യൂസ് കൊടുക്കുന്നവരെ ഓടിച്ചിട്ടടിക്കാൻ നിൽക്കുന്നത്. സ്വന്തം കാര്യം വരുമ്പോൾ ഫേക്ക് ന്യൂസ് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ പാവം പിടിച്ച ബിനു ജോൺ പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ, CPM എന്ന പാർട്ടി ചെയ്യുന്നതിൻ്റെ തരത്തിന് മറുപടി കൊടുത്തു എന്നതിൻ്റെ പേരിൽ വേട്ടയാടുന്ന ഒരാളാണ് ഷാജൻ സ്കറിയെ പോലെ തന്നെ. ഇവിടുത്തെ ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ പറയുന്ന മറുനാടനും ഈ പറയുന്ന ബിനുവും ഇതുപോലത്തെ നല്ല നല്ല മാധ്യമ പ്രവർത്തകർ, ബിനുവിനൊക്കെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ ഞാൻ BJPക്കാരൻ, BJP ഒക്കെ എത്രയോ പ്രാവശ്യം വിമർശിച്ച ആളാണ്. നമുക്കൊന്നും തോന്നാത്ത ഒരു വിഷയം ഇവർക്കൊക്കെ തോന്നും. കാരണം എന്താണെന്ന് പറയുക, ഇവർ ഭയങ്കര വൈരാഗ്യ ബുദ്ധിയാണ്. ഈ CPMമാർക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയാണ്. ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഒതുക്കാമെന്നുള്ളതാണ് ഇവരുടെ ചിന്ത. ഇപ്പോൾ ബിനു ജോണിന് ഒരു ആക്സിഡൻ്റ് കേസിൽ നിർത്താതെ പോയി, ആളൊരാളെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ഇറക്കിയിരിക്കുകയാണ് അൻവർ. അവിടെ ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഏതോ ഒരു അന്തംകമ്മിയെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിനു ജോനാണ് വണ്ടി ഓടിച്ച് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലേ ഇവർക്കൊന്നും ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ എന്ത് രാഷ്ട്രീയ പ്രതിനിധിയാണ്? ഇവരൊക്കെയാണോ രാഷ്ട്രീയക്കാർ? ഈ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? സ്വന്തമായിട്ട് വ്യാജവാർത്ത കൊടുക്കാതിരിക്കാൻ സാധിക്കാത്ത ഒരുത്തനാണ് മറ്റുള്ളവർ വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കരയണത്. ഈ മറുനാടനും ഈ ബിനു ജോണൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ വാർത്തകൾ മാത്രം, അതായത് അവരെന്ത് തെമ്മാടിത്തരം ചെയ്താലും അതിനെ നന്നാക്കി കാണിക്കുന്ന വാർത്തകൾ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ചാനലുകൾ ഇവിടെ മതി, അവർക്ക് താരാട്ട് പാടുന്ന ചാനൽ മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല വാർത്തകളൊന്നും തന്നെ നമുക്ക് കേൾക്കാനുണ്ടാവില്ല. ഇവരുടെ അഴിമതികളൊന്നും നമുക്ക് കേൾക്കാനുണ്ടാവില്ല. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഷാജൻ സ്കറിയ വളരെ നല്ല രീതിയിൽ, അതായത് ഒരു പ്രതിപക്ഷമായിരുന്നു പുള്ളി എന്നാണ് പറയേണ്ടത്. സത്യമല്ലേ? ഒരു പ്രതിപക്ഷമായിരുന്നു. ഇവർ ഒരു ചാനലും ഈ പറയുന്ന പോലെ കാണിക്കാൻ മടിച്ചിരുന്ന അല്ലെങ്കിൽ പറയാൻ മടിച്ചിരുന്ന പല വിഷയങ്ങളും അദ്ദേഹം നമ്മുടെ മുമ്പിലോട്ട് എത്തിച്ച് നമുക്ക് കുറേ മനസ്സ് തുറപ്പിച്ച ആളാണ് അല്ലേ. ഇവർ ചെയ്യുന്ന അഴിമതികൾ എല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. ബിനു ജോണും മോശമൊന്നുമല്ല. സോ ഇന്ന് ആണായിട്ട് കാണുന്നത് ഇവർ രണ്ടുപേരെയാണ് മാധ്യമപ്രവർത്തകരിൽ. ഒന്ന് ബിനു ജോണും ഒന്ന് ഈ പറയുന്ന ഷാജൻ സ്കറിയും. അപ്പോൾ ഈ രണ്ടാണുങ്ങൾ പോകണം. ഈ രണ്ടാണുങ്ങൾ പോയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പടകളാണ്. ആ പടകളെ ഞങ്ങളെ ഒരു വലയത്തിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ ഭാവമാണ് PV അൻവറിനൊക്കെ ഉള്ളത്. ഷാജൻ സ്കറിയ കേസ് കൊടുത്ത് മുടിയുമത്രേ. നീ സമ്പാദിച്ചത് മുഴുവൻ വക്കീലിന് കൊടുക്കാനും ജാമ്യക്കാരും കൊടുക്കാനും തികയില്ല എന്നാണ് PV അൻവർ പറയുന്നത്. PV അൻവറെ ജാമ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന് 1 രൂപ ചിലവായില്ല. നിനക്ക് കേട്ടാൽ പോരെ, 1 രൂപ ചിലവാകില്ല. കാരണം എന്നെപ്പോലത്തെ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന് ജാമ്യം നിൽക്കാൻ വേണ്ടി. 1 രൂപ ഞങ്ങൾ വാങ്ങൂല ജാമ്യത്തിന്, 1 രൂപ വാങ്ങൂല. ഞങ്ങൾ വണ്ടി കൂലി പോലും വാങ്ങൂല. ഞങ്ങൾ പോയി ജാമ്യം നിന്ന് കൊടുക്കും. മനസ്സിലായോ? ഞങ്ങൾ പോയി ജാമ്യം നിന്ന്. അദ്ദേഹം കൊലപാതക കേസിലെ പ്രതിയൊന്നുമല്ല, ഈ ബാങ്ക് കൊള്ളടച്ച കേസിലെ പ്രതിയല്ല, ഇവിടെ പീഡനം നടത്തിയ പ്രതിയൊന്നുമല്ല, ബലാത്സംഗം ചെയ്ത പ്രതിയല്ല. അദ്ദേഹം വാർത്തകൾ വായിച്ചു, ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അത് തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഞങ്ങൾക്ക് പോയിട്ട് ജാമ്യം നിന്ന് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ജാമ്യം നിൽക്കും, ഞങ്ങൾ പൈസ വാങ്ങുന്നില്ല. മനസ്സിലായ? കോടതിയിൽ ജാമ്യത്തിന് പൈസ കെട്ടിവെച്ച് മുടിയെന്നൊക്കെ വേണം. 1 രൂപ ജാമ്യത്തിന് അദ്ദേഹത്തിന് ചിലവാക്കാത്ത രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ പൂട്ടിക്കാം, ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യാം, ഞങ്ങളൊക്കെ ഉള്ളിടാം. പക്ഷേ ഒരു ദിവസം ഞങ്ങൾക്കായിട്ട് വരില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ, അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഷാജൻ സ്കറിയെ ഞങ്ങൾ തള്ളിപ്പറയും, 100% തള്ളിപ്പറയും. കാരണം എത്തിക്സ് ഉണ്ടല്ലോ ഇതിൽ, എല്ലാത്തിലും അങ്ങനെ സാധനം ഉണ്ടല്ലോ, എത്തിക്സ് ഉണ്ടല്ലോ. ഷാജൻ സ്കറിയ ഏതെങ്കിലും വാർത്ത ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്ത ചെയ്യാൻ പണം വാങ്ങി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ തെളിയിക്കി. അത് തെളിയിക്കുന്ന ഊഹാപോഹങ്ങളാണ്. ഇപ്പം നിങ്ങളെ പോസ്റ്റിൽ പറഞ്ഞിട്ടു ഷാജൻ സ്കറിയ പോലീസിൻ്റെ വയർലെസ്
ഹാക്ക് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കേന്ദ്ര ഗവൺമെൻറ് ജോലിയുള്ള സ്ത്രീയായിരുന്നു. അവർ റഷ്യയിൽ അവിടെ എവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ അത് കൊടുത്തു എന്നൊക്കെ ഉളുപ്പില്ലാതെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഷാജൻ അസ്കറിയോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകാം. ആ വീട്ടിലെ ഒരു സ്ത്രീയെ നിങ്ങൾ എന്തിനാണ് വേട്ടയാടുന്നത്? ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ മാന്യതയില്ലാത്ത ഗെയിമുകൾ ഞങ്ങൾ കാണുന്നത്. ഷാജൻ അസ്കറിയെ സംഭവിച്ച പണമെല്ലാം കോടതി കെട്ടിത്തീരും, ജാമ്യക്കാർ കൊടുക്കേണ്ടി വരും, വക്കീൽ തിന്നാൻ കൊടുക്കേണ്ടി വരും എന്നപ്പോൾ ഹൂ ഹേ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണ അതിൻ്റെ അടിയിൽ കന്ന് കണകണകണകണെന്ന് പറയേണ്ടായിരുന്നു ഇയാൾക്ക് വേണ്ടി. അവരോടൊക്കെ പറയണം വായിൽ വിരലിട്ടിരുന്നോണം. ഞങ്ങൾ നിൽക്കുന്ന ജാമ്യം ആ പുള്ളിക്ക് വായിൽ വിരലിട്ടിരുന്നോണം. മനസ്സിലായില്ലേ? വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാല്ല. കാരണം ഞങ്ങളെപ്പോലത്തെ ഒരുപാട് ആളുകൾ ആ മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കും. മനസ്സിലായില്ലേ? ₹1 വാങ്ങാതെ നിൽക്കും. നിങ്ങൾ തോൽപ്പിക്കാൻ നോക്ക്, തോക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കാം. അത്ര തന്നെ. ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തള്ളിപ്പറയും ആ മനുഷ്യനെ. ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന MLA ഈ മതസ്പർദ്ധ പടർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലാണ് ഇദ്ദേഹം മതസ്പർദ്ധ പടർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു വീഡിയോ ഇട്ടു. ഞാനത് അടിമുടി പരിശോധിച്ചു. അതിലെവിടെയാണ് മതസ്പർദ്ധ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം അത് മനസ്സിലാക്കുക. ഒരു മതത്തിൻ്റെ ചെയ്ത കുറ്റം വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് മതസ്പർദ്ധയാവുന്നത്? ഒരു വ്യക്തി ചെയ്ത തെറ്റ് അത് വിളിച്ചു പറയാൻ തയ്യാറാവുന്ന മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? ചെയ്യാത്തൊരു കാര്യം, ഒരു മതത്തിൻ്റെ ലേബലിൽ ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ മതം കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ അത് മതസ്പർദ്ധ പടർത്തി, കാരണം ആ മതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം, സ്വാഭാവികം. പക്ഷെ ആ വാർത്തയിൽ എവിടെയും തന്നെ ഷാജൻ അസ്കറിയെ പറയുന്നില്ല ഇങ്ങനൊരു കാര്യം. അദ്ദേഹം പറഞ്ഞ അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എന്താ AP അബൂബക്കറോ കാന്തപുരം ഉസ്താദ് നബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൈസ പിരിച്ചു എന്ന് പറഞ്ഞു. സത്യമല്ലേ? പിരിച്ചിട്ടില്ലേ? എത്ര കോടിയാണ് പിരിച്ചത്? അന്ന് താങ്കളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്താ പറഞ്ഞാൽ പറയാ അതിപ്പോൾ ആരായാലും മുടി എന്ന് പറയണത് വേസ്റ്റാണ്, ഈ വേസ്റ്റൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പിണറായി വിജയൻ ചോദിച്ചത്. ലൈവായിട്ട് ഇന്നും യൂട്യൂബുകളിൽ കിടക്കേണ്ടത്. മനസ്സിലായ? എന്നാൽ പിന്നെ താങ്കളൊരു കാര്യം ചെയ്യും, ഈ പറയുന്ന പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും മതസ്പർദ്ധ പടർത്തിയ കേസിന്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പാണ് താങ്കളുടെ ഗോവിന്ദൻ മാഷ് ചർച്ചുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത്. ചർച്ചുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മതനിന്ദയാണ്. കാരണം ആ മതത്തിൽ ആളില്ല, ആ മതത്തിലോട്ട് പോകാൻ ആളില്ല, അതുകൊണ്ട് ആ മതമെല്ലാം നശിച്ചു, ആ പറയുന്ന ആരാധനാലയം വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മതസ്പർദ്ധ തന്നെയാണ്. അതായത് ഒരു മതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരാധനാലയം അത് വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മതസ്പർദ്ധ തന്നെയാണ്. നീ എന്തുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹം പറഞ്ഞതും മതസ്പർദ്ധയല്ലേ അല്ലേ? അതായത് നിങ്ങൾക്ക്, അതായത് അമ്മായിയപ്പൻ അടുപ്പിലും തൂറാമെന്ന് പറയുന്ന പരിപാടി അത് ശരിയല്ല. കാര്യം സഹായിക്കണേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കാര്യം സഹായിക്കട്ടെ, അല്ലാതെ ഒരാൾക്ക് മാത്രം പോയിട്ട് ഇരിക്കാം അവിടെ കാര്യം സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പം നിങ്ങൾ റോങ്ങാണ്, വളരെ റോങ് ആയിട്ടാണ് പോകുന്നത്. കാരണം ആദ്യം നിങ്ങൾ നന്നാക്കേണ്ടത് നിങ്ങൾക്കുള്ളിലെ ആളുകളെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ളിലെ ആളുകളെയാണ്. ഇപ്പം താങ്കൾക്കെതിരെ കൊലപാതക കുറ്റം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു നല്ല അന്വേഷണം നടത്തിയതാണോ എന്നുള്ളത് ആർക്കറിയാം? കാരണം നിങ്ങളുടെ കയ്യിലുള്ള പോലീസല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള നിയമങ്ങളല്ലേ. CBI വരട്ടെ, ആ കേസുകളൊക്കെ CBI വരട്ടെ, വീണ്ടും അന്വേഷണം നടക്കട്ടെ, അതല്ലേ വേണ്ടത്? അത് നടക്കട്ടെ. ഷാജൻ അസ്കറിയ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന താങ്കൾ കൊലപാതക കേസിലെ പ്രതിയാണ് എന്ന് അവകാശപ്പെടുന്ന കേസുകൾ ആരവകാശപ്പെട്ടു എന്നുള്ളതല്ല, ഞാനെന്തായാലും അവകാശപ്പെടുന്നില്ല, അങ്ങനെ പറയുന്നൊരു വാർത്തയുണ്ടല്ലോ, ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകട്ടെ. താങ്കൾ അങ്ങനെ ഒരു കൊലപാതക പ്രതിയാണെങ്കിൽ താങ്കൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്? താങ്കൾക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ നിങ്ങളത്തെ കൊലപാതക പ്രതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സംശയം തീർത്തു കൊടുക്കണ്ടേ? CBI വരട്ടെ, ഈ ഷാജൻ അസ്കറിയ അല്ലെങ്കിൽ അവരെ അനുബന്ധിച്ചുള്ള ആളുകൾ CBIയുമായിട്ട് ഈ കേസ് സംസാരിച്ചിട്ട് അതിന് തീരുമാനമെടുക്കട്ടെ. കോടതിയിൽ പോട്ടെ, CBI വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോടതിയിൽ പോട്ടെ, ആ കേസുകൾ പുനരന്വേഷണം നടക്കട്ടെ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കേണ്ടതല്ലേ. ഒരു കൂട്ടർ കുത്തുമ്പോൾ മറ്റു കൂട്ടരും കുത്തുമല്ലോ. ഷാജൻ അതിന് ശ്രമിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഷാജൻ എന്തോ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് വെറുതെ ഒന്നും ആളങ്ങനെ എന്തായാലും നിങ്ങളുടെ ഈ 2 ഗെയിം കാണാൻ നല്ല രസമാണ്. നിങ്ങൾ വെല്ലുവിളിക്കുന്നു, ഷാജൻ അതിന് മുടിയുടെ വില തന്നുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നു.
സോ ഷാജൻ ഇരിക്കുന്ന തട്ട് ഇപ്പോഴും താന്നിട്ട് തന്നെയാണ്. താങ്കൾക്ക് ഇനിയും ഒരുപാട് അടുക്കി വെക്കേണ്ടിയിരിക്കുന്നു. അതൊന്ന് താഴ്ന്നു കിട്ടുക. താങ്കളുടെ ഭാഗം താങ്കൾക്ക് ഇനി ഒരുപാട് അടുക്കി വെക്കേണ്ടിയിരിക്കുന്നു. താങ്കളുടെ ഈ ഫോളോവേഴ്സോ താങ്കളുടെ ഈ അന്തംഗമ്മികളായിട്ടുള്ള ആളുകളോണ്ടൊന്നും ആ തട്ട് താഴ്ന്നില്ല. താങ്കൾ വേറെ എന്തെങ്കിലും കനത്തിലുള്ള സാധനം കൊണ്ടൊന്ന് വെക്കണം. അപ്പോൾ താങ്കളിരിക്കുന്ന തട്ട് താഴുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്കുള്ളിൽ അൻവറിനേക്കാൾ പ്രിയം മറുനാടൻ ഷാജൻ സ്കറിയോടാണ്. സോറി, ഐ ആം റിയലി സോറി. താങ്ക് യു.